ദിസ് ഇസ് വെനസ്ഡേ മോർണിംഗ്. ആദ്യത്തെ അലാമിന് എണീറ്റ് ആലനുള്ള സ്മൂത്തി എഗ്ഗും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കിടന്നുറങ്ങിയിട്ട് പതിയെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ രസവും പയറുപ്പേരിയൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചമ്മന്തിയും കൂടെ അരക്കണം. എന്റെ പേജിലല്ലെങ്കിലും ഈയിടെയായിട്ട് പോപ്പുലർ ആയിട്ടുള്ള കിച്ചൺ വീഡിയോസിനൊക്കെ താഴെ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നത്, ഇതൊക്കെ എന്തിനാ ഞങ്ങളെ കാണിക്കുന്നത് എന്ന രീതിയിലുള്ള കമന്റ്സ് കണ്ടു. ഒരാൾ നല്ല രീതിയിൽ ഒരു ഇന്റീരിയർ വർക്ക് ചെയ്യുന്നത്, വർക്ക് ഓഫ് ആൻ ആർട്ടിസ്റ്റ്, ഒരു നല്ല പാട്ട്, ഇതൊക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ വീട് വൃത്തിയാക്കി വെക്കുന്നതും നല്ല കറി ഉണ്ടാക്കുന്നതും ഒക്കെ ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഇതിനൊന്നും അത്ര വിലയില്ലെന്ന് മാത്രം. എനിബഡി ക്യാൻ ബി എ ഹൗസ് വൈഫ്. ഇറ്റ് ടേക്സ് സമൺ സ്പെഷ്യൽ ടു ബി എ ഹോം മേക്കർ. അത് എല്ലാ ജോലികളിലും അങ്ങനെ തന്നെയല്ലേ. എക്സലൻസ് ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ കാണത്തില്ലേ. ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. அவங்களெல்லாம் தேடி பார்த்தா போஸ்ட் பண்ண முடியும், பப்ளிக்காக தானே போட முடியும். விரல் உங்ககிட்ட தானே இருக்கு, பிடிக்கலைன்னா ஸ்வைப் பண்ணி போங்க. 7 അല്ല 70 ഭാഷകളിൽ പറഞ്ഞാലും ഇതിനൊന്നും ഒരു മാറ്റം വരില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. മൈദയും ഗോതമ്പ് പൊടിയും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ചമ്മന്തിക്കായിട്ട് തേങ്ങയും കാന്താരി മുളകും കറിവേപ്പിലയും ഇത്തിരി സവാളയും ഒരിത്തിരി പുളിയും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും. പയറുമെഴുക്ക് പുരട്ടി അവനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് കുക്കുസാറിന് ചോറും കാടമുട്ട പുഴുങ്ങിയതും പയറും ചമ്മന്തിയും മീൻ വറുത്തതും രസവും ഒക്കെ എടുത്തു വെച്ചു. സ്നാക്സിനായിട്ട് 2 കപ്പ് കേക്കാണ് വെക്കുന്നത്. കുക്കുവിന് ജാം കൂട്ടിയും എനിക്ക് ഫ്രിഡ്ജിലിരുന്ന കുറച്ച് ബീഫ് കറി ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോസൊക്കെ നെറ്റോസ് എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ കാണാം.